ഓക്കെ. നമ്മളെ സോളാറിന്റെ ക്ലാസിഫിക്കേഷൻ സോളാറിന് എങ്ങനെ നമുക്ക് എനർജി എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് സോളാറിന്റെ ലൈറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടും, ഒന്ന് ഹീറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടും. തെർമൽ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എനർജി കൺവേർഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോളാറിന്റെ ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോളാർ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റേത് സോളാർ തെർമൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. സോളാർ തെർമൽ സിസ്റ്റം ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ലൈറ്റ് അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എർത്തിലേക്ക് എത്തുന്നു. അത് എർത്ത് സർഫസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് ബാക്ക് ടു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയൊക്കെ പ്രസൻസ് കാരണമാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. എക്സസ് ആയിട്ടുള്ള ഈ ഗ്യാസസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഗ്ലോബൽ വാർമിങ്ങിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ. അതൊക്കെ നമ്മൾ ഈ ഫോസിൽ ഫ്യൂലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സിസ്റ്റം ഒക്കെ വന്നിട്ട്. അപ്പം പൊല്യൂഷനും കാര്യങ്ങളും കുറവാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നത് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. എന്നിരുന്നാലും ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കവറിങ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതും അതുകൊണ്ടാണ് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ഇവിടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ. ആ റേഡിയേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ നമുക്ക് അബ്സോർബ് അല്ലെങ്കിൽ നമ്മൾ സോളാർ കളക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഹീറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിനെയൊക്കെ വേപ്പറൈസ് ചെയ്തിട്ട് ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സോളാർ തെർമൽ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ സോളാർ കളക്ടേഴ്സ് ഉണ്ട്. അത് പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോളാർ കളക്ടേഴ്സ് നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പും കോൺസെൻട്രേറ്റിംഗ് ടൈപ്പും ഉണ്ട്. കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ആണ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഉണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റ് എയർ ഹീറ്റിംഗ് കളക്ടറും ഉണ്ട്. കോൺസെൻട്രേറ്റിംഗ് ടൈപ്പിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ടൈപ്പും നോൺ ഫോക്കസ് ടൈപ്പും. അതിൽ നോൺ ഫോക്കസ് ടൈപ്പ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ആണ്. ദെൻ അതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് കോമ്പൗണ്ട് പരാബോളിക് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് CPC ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നീട് പറയുന്നതാണ്. ദെൻ ഫോക്കസ് ടൈപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ടൈപ്പിൽ ലൈൻ ഫോക്കസ് ഒറ്റ ആക്സിസ് ആയി മാത്രമേ ട്രാക്കിംഗ് ഉണ്ടാകുന്നുള്ളൂ. അത് സിലിണ്ടറിക്കൽ പരാബോളിക് കോൺസെൻട്രേറ്റ് ഉണ്ട്. ഫിക്സഡ് മിറർ സോളാർ കോൺസെൻട്രേറ്റ് ഉണ്ട്. ലീനിയർ ഫ്രസ്നൽ ലെൻസ് കളക്ടേഴ്സ് ആണ്. പല ടൈപ്പുള്ള സോളാർ കളക്ടേഴ്സ് ആണ്. അപ്പം രണ്ടാമത്തെ പോയിന്റ് 2 ആക്സിസ്. അത് ഇപ്പൊ പറഞ്ഞ ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് 1 ആക്സിസ് ട്രാക്കിങ്ങിൽ ഒരു ആക്സിസിലുള്ള ട്രാക്കിംഗ് മാത്രമാണ്. 2 ആക്സിസ് ട്രാക്കിംഗ് അത് പോയിന്റ് ഫോക്കസിൽ വരുന്നതാണ് പരാബോയിഡൽ ഡിഷ് കളക്ടർ, ഹെമിസ്പെറിക്കൽ ബൗൾ മിറർ കോൺസെൻട്രേറ്റർ, സർക്കുലർ ഫ്രസ്നൽ ലെൻസ് കോൺസെൻട്രേറ്റർ, സെൻട്രൽ ടവർ റിസർവ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോളാർ കളക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? 2 ടൈപ്പാണ്. നോൺ കോൺസെൻട്രേറ്റ് ദാറ്റ് ഈസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ്. ദെൻ സെക്കൻഡ് വൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ്. ഓക്കെ. കോൺസെൻട്രേറ്റിംഗ് ടൈപ്പാണ് പിന്നീട് ഫോക്കസ് ടൈപ്പ് ആൻഡ് നോൺ ഫോക്കസ് ടൈപ്പിലേക്ക് ക്ലാസിഫൈ ചെയ്തു. ഫോക്കസ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തോ 2 ടൈപ്പിലേക്ക് വന്നു. 1 ആക്സിസ് ട്രാക്കിംഗ് അതായത് ലീനിയർ ഫോക്കസും 2 ആക്സിസ് ട്രാക്കിംഗ് ദാറ്റ് ഈസ് പോയിന്റ് ഫോക്കസ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സോളാർ കളക്ടേഴ്സിന്റെ കേസിൽ വന്നത്. ദെൻ നെക്സ്റ്റ് വൺ സോളാർ PV സിസ്റ്റം. ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റത്തിനെ മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻ. സെൻട്രൽ പവർ സിസ്റ്റം, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് PV സിസ്റ്റം, തേർഡ് വൺ ഹൈബ്രിഡ് PV സിസ്റ്റം. ഓക്കെ. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് PV സിസ്റ്റത്തിനാണ് ദെൻ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്റ്റാൻഡ് അലോൺ സിസ്റ്റം, ഗ്രിഡ് കണക്റ്റഡ് ആൻഡ് സ്മാൾ കൺസ്യൂമേഴ്സ് സിസ്റ്റം. സോളാർ PV സിസ്റ്റം ക്ലാസിഫിക്കേഷൻ വരുന്നത് സെൻട്രൽ പവർ സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് PV system, hybrid solar PV system. Distributed PV system is again classified into standalone system, grid interactive system, and small consumer system. First one is central power station system. Okay. അപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലേക്ക് പോലെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ത് ചെയ്യുന്നത് നാഷണൽ ഗ്രിഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതൊരു നമ്മുടെ എപ്പോഴാണ് നമ്മുടെ ലോഡ് അപ്പം അതായത് നമ്മുടെ ഡേ ടൈമിലാണോ സൺലൈറ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഡേ ടൈമിൽ പീക്ക് ലോഡ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുന്നത്. ഇതിന് ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം. സ്റ്റാൻഡ് അലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നില്ല, ബാറ്ററി ബാക്കപ്പ് ആണ്. ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് നോക്കി വയ്ക്കുക. It is planned and located at load center
നമ്മൾ റിമോട്ട് ഏരിയാസിലൊക്കെയാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത്. അതിനകത്ത് വരുന്നതാണ് നമുക്കൊരു സോളാർ പാനൽ ഉണ്ടായും മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ നമ്മുടെ വോൾട്ടേജും കറണ്ടും സെൻസ് ചെയ്തിട്ട് മാക്സിമം ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പവർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്ററിയാണ്, ബാറ്ററിയുടെ കമ്പോണൻസ്, ബാറ്ററി ചാർജിങ്, ബാറ്ററിയുടെ ഒരു പോർഷൻ വരുന്നുണ്ടാവും. ദെൻ DC ടു DC കൺവേർട്ടർ, നമ്മൾ ലോഡിലേക്കാണ് പോകുന്നത്. DC ടു AC കൺവേർട്ടർ, AC കൺവേർട്ട് ചെയ്ത് ലോഡിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ഇത് ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് സോളാർ ലൈറ്റ് ഇല്ലാത്ത ടൈമിൽ, അതായത് നൈറ്റിലും ഇതിൽ നിന്ന് ബാക്കപ്പ് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗ്രിഡ് ഇൻട്രാക്റ്റീവ് സോളാർ PV സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കാണും. അതോടൊപ്പം തന്നെ എന്താണ് സോളാർ ഗ്രിഡ് കണക്ഷൻ, ഗ്രിഡിലേക്കും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ഓഫ് ഗ്രിഡ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനെ ഓൺ ഗ്രിഡ് PV സിസ്റ്റം എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ ഗ്രിഡ് ഇൻഡക്റ്റീവിൽ നമ്മൾ KCB ആയിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് സൺഷൈൻ, പ്രോപ്പറായിട്ടുള്ള സൺഷൈൻ ഇല്ലാത്ത ടൈം എന്ത് ചെയ്യും, KCB എന്നും കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആണ് നമ്മളെ വീട്ടിലെ പ്രൊഡക്ഷൻ, നമ്മളെ ഇൻസ്റ്റാളേഷനിലെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് KCBയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് മീറ്റർ ആയിരിക്കും അവിടെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ KCBയിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ KCBയിലേക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള എനർജിയുടെ ഡിഫറൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഓഫ് ഗ്രിഡ് പറഞ്ഞ പോലെ ഇതിനകത്തും ഉണ്ട്. ഇതിൻ്റെ ഫിഗർ നോക്കിയിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്മാൾ കൺസ്യൂമർ സിസ്റ്റം. സ്മാൾ കൺസ്യൂമർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലോ പവർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഇൻഡോർ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കാൽക്കുലേറ്റർ, വാച്ചസ്, ഇലക്ട്രിക് ഡിവൈസിലൊക്കെയാണ് സ്മാൾ കൺസ്യൂമർ സിസ്റ്റം. നമ്മൾ കാൽക്കുലേറ്ററിനകത്തൊക്കെ അതൊക്കെ ഒരു ടൈപ്പാണ്. ദെൻ ഹൈബ്രിഡ് സോളാർ PV സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷൻ മാത്രമല്ല, അതിനകത്ത് മറ്റ് റിന്യൂവബിൾ എനർജിയുടെയും കൂടെ അല്ലെങ്കിൽ മറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെയും കൂടെ ഒരു കൊളാബറേഷൻ വരുന്നതിന് നമ്മൾ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സോളാർ PV സിസ്റ്റം എന്ന് പറയാം. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോഴത്തേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ ആണ്, അപ്പം എന്താ പൊല്യൂഷൻ ഫ്രീ ആണ്, മെയിൻ്റനൻസ് കുറവാണ്, നോയ്സ് ഇല്ല, പിന്നെ ലൈഫ് സ്പാൻ കൂടുതലാണ്. അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ അഡ്വാൻറ്റേജും നമുക്ക് സോളാർ PVക്കകത്ത് പറയാൻ പറ്റുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് എഫിഷ്യൻസി, നമ്മൾ ഹൈഡ്രോ പവർ ഒക്കെ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസിയുടെ കാര്യം കുറവാണ്. പിന്നെ ലാർജ് ഏരിയ വേണ്ടി വരും, നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ, ലാർജ് ഏരിയ വേണ്ടി വരും. പിന്നെ ഈ സീസണലാണ്, സൺഷൈൻ ഇല്ലാത്ത കേസിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ സീസണൽ വേരിയേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇതാണ് സോളാർ പാനലിൻ്റെ PV സിസ്റ്റത്തിൽ വരുന്നത്.